താവൂഷൻ ചാനലിൻ്റെ സൃഷ്ടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഷൈസൻ ഔസേപ്പാണ്. നമുക്കറിയാം ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന നല്ലൊരു സിനിമയുടെ സംവിധായകനാണ്. ജനഹൃദയങ്ങളെ ഏറ്റെടുത്ത ഈ സിനിമ ഓസ്കാറിലേക്ക് പോലും സെലക്റ്റഡ് ആണ്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്ന ഷൈസൻ ഔസേപ്പിന് സൃഷ്ടി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു ഫാദർ. ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ഡ്രീം ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഉള്ളിൽ വന്നത്? അതായത് ഈ ഫേസ് ഓഫ് ഫേസ്ലെസ് എന്നല്ല, ഒരു സിനിമ എന്ന് പറയുന്നതിൻ്റെ ഒരു ഡ്രീം. അച്ഛാ, ഞാനൊരു 25 രാജ്യങ്ങളിൽ ഡോക്യുമെൻ്ററികൾ, ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു ഹ്യൂമൻ സ്റ്റോറി അല്ലെങ്കിൽ ഹ്യൂമൻ ടച്ചിനെ ആസ്പദമാക്കിയിട്ടുള്ള സംഗതികളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റർ റാണി മരിയയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതിലൊരു എന്തോ റിയലായൊരു കണ്ടൻറ്റ് ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് തോന്നി. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു. ഒരു 2015-16 കാലഘട്ടത്ത് സിസ്റ്റർ റാണി മരിയയെ പറ്റി കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചു. അപ്പോൾ മനസ്സിലായി ഇതൊരു ഡോക്യുമെൻ്ററിയിൽ ഒതുങ്ങുന്നതല്ല, ഇതൊരു സിനിമയ്ക്കുള്ള ഒരു കണ്ടൻറ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ സിനിമയായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി ആണ് സിനിമയ്ക്ക് എടുത്തിരിക്കുന്നത്. ആ സ്റ്റോറിയിൽ അത്രമാത്രം ഡെപ്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊരു സിനിമയായിട്ട് മാറിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ സിനിമയിലേക്ക് എത്തിച്ചത് റാണി മരിയ സിസ്റ്റർ തന്നെയായിരിക്കും. ഉറപ്പായിട്ടും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറി നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അഗാധമായിട്ട് പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് സിസ്റ്റർ റാണി മരിയെ പറ്റി ഇന്നവരൊരു പുസ്തകവും കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. എല്ലാം എഴുതിയിരിക്കുന്നത് 10%, 5% വെച്ചിട്ടാണ്. ഒരു നല്ല ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു നല്ലൊരു വിവർത്തനം അത്രമാത്രം കാര്യങ്ങൾ ജീവിതകാലത്ത് പുള്ളിക്കാലത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നില്ല അവരെ സിസ്റ്റേഴ്സിന് വരെ അറിയുമ്പോൾ നല്ലൊരു സംശയമാണ്. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും സിസ്റ്റർ റാണി മരിയ വീട് വിട്ട് അല്ലെങ്കിൽ കോൺവെൻറ്റ് വിട്ട് ഈ മിഷൻ പ്രവർത്തനം ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ എന്താ മിഷൻ പ്രവർത്തനത്തിൽ എന്താ നടക്കണമെന്ന് മറ്റാരും അറിയുന്നില്ല. പക്ഷേ ഞങ്ങളവിടെ ചെന്ന ആളുകളുമായിട്ട് സിസ്റ്റർ റാണി മരിയ ഇൻട്രാക്ട് ചെയ്ത അല്ലെങ്കിൽ സിസ്റ്റർ റാണി മരിയ എംപവർ ചെയ്ത ആളുകളായിട്ട് സംസാരിക്കുമ്പോഴാണ് അവരുടെ ഫീലിംഗ്, അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ കഥ മൊത്തമായിട്ട് പുറത്തു വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുഭവമാണ്, ജനങ്ങളുടെ അനുഭവമാണ് സിനിമയുടെ സ്ക്രിപ്റ്റിന് പോലും സ്വാധീനിച്ചിട്ടുണ്ട്. അതെ, വളരെയധികം. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഓരോ ഇൻസിഡൻറ്റുകളും, അതായത് സിനിമ കണ്ടവർക്കറിയാം, ഈ സിനിമയിൽ ഒത്തിരി ഇൻസിഡൻറ്റുകൾ കോർത്തിണക്കിയിട്ടാണ്. ഓരോ ഇൻസിഡൻറ്റുകളും ഓരോ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. തീർച്ചയായിട്ടും അതിനെ മുഴുവൻ കോർത്തിണക്കിക്കൊണ്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. ഞാനിതിൻ്റെ പ്രിവ്യൂ എറണാകുളത്ത് കാണാനുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ അതിശയപ്പെടുത്തിയൊരു കാര്യം, നിങ്ങൾ കാസ്റ്റ് ചെയ്ത കഥാപാത്രങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് സ്വാമിയച്ഛൻ അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെ അതേപോലെ ഡിറ്റോ പോലെയുള്ള ആ ഫേസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ എങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഒരു അതിശയം ഉണ്ടായൊരു കാര്യമാണ്. അച്ഛോ, ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ ഒരു മനസ്സിലേക്ക് ഒരാളൊരു കഥ പറയുമ്പോൾ ചില രൂപങ്ങൾ കയറി വരും. ഈ രൂപങ്ങൾ കയറി വരുന്നേക്കാളും ഉപരി ഞങ്ങളവിടെ ചെന്ന് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ വന്ന ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്വാമിയച്ഛൻ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ അത് ഉണ്ടായിരുന്നൊരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ ഞങ്ങൾക്ക് കിട്ടി. അത് സ്വാമിയച്ഛനെ എനിക്ക് അറിയാം, കാരണം ഞാൻ സാഗർ ഡയസിസിൽ വർക്ക് ചെയ്യുമ്പോൾ സ്വാമിയച്ഛനെ ഡയറക്റ്റ് കോൺടാക്റ്റുള്ള ഒരാളാണ്. അപ്പോൾ സ്വാമിയച്ഛനെ ആ കഥാപാത്രത്തിൽ, ഈ സിനിമയിൽ വന്നിരിക്കുന്ന ആ കഥാപാത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്ക് സ്വാമിയച്ഛൻ്റെ അത്ര ആളും കൂടുതൽ ഹൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്വാമിയച്ഛനുള്ള കുടവയറില്ല എന്നുള്ളൂ. പക്ഷേ എക്സാക്റ്റ് ആ രൂപവും ഭാവമൊക്കെ എങ്ങനെ എത്തിയെന്ന് ഭയങ്കര അതിശയം. സ്വാമിയച്ഛൻ അവിടെ വന്ന പോലെ തോന്നിയത്. അത് പല ക്യാരക്ടേഴ്സിനും സിനിമയ്ക്ക് വരുമ്പോൾ നമ്മൾ ചെത്തി മിനുക്കി കൊണ്ടുവരണം. അതായത് പല രൂപത്തിൽ. അച്ഛൻ പറഞ്ഞു കുടവയറുണ്ടായെന്ന് പറഞ്ഞു. ഒരു കുടവയറുള്ളൊരു ഒരു സ്വാമിയച്ഛൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനം ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ സുഖമായിട്ട് ജീവിച്ച് വരുന്ന ഒരാളാണ്. പക്ഷെ ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു സ്വാമി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്നൊരു ഫീലുണ്ട്. ഒരു അധികം വണ്ണമൊന്നുമില്ലാതെ അല്പം ഒരു തിൻ ലീനായിട്ടുള്ള ഒരാൾ, ഒരു വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരാൾ. അപ്പോൾ ആ ക്യാരക്ടറെ ഞങ്ങൾ ചെത്തിമിനിക്ക് ആ രൂപത്തിലാക്കി. അതുകൊണ്ടാണ് എല്ലാവർക്കും ആ ക്യാരക്ടറിനോട് അല്പ സ്നേഹവും ബഹുമാനവും തോന്നുന്നത്. ആ സിനിമയുടെ ഭാഗമായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ചെറിയ റോള് അഭിനയിച്ചിരിക്കുന്ന വ്യക്തികളായാലും
അതതിൻ്റെ പൂർണ്ണതയിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല, ആ കഥാപാത്രത്തിലൂടെ സിസ്റ്റർ റാണി മരിയനെ കാണാനും അതുപോലെ തന്നെ ആ ഭാവങ്ങൾ, ആ അവസ്ഥയെ മുഴുവൻ ചിത്രീകരിക്കാൻ ആ മുഖഭാവത്തിൽ തന്നെ കൊണ്ടുവരുന്ന വ്യക്തികളെയാണ് അതിൽ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ഒരു ഷെയർ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ നിങ്ങൾ അവരെ ഒരുക്കി എന്നുള്ളതാണ്. നമുക്ക് 16 സ്റ്റേറ്റുകളിൽ നിന്ന് 150 പരം ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടർ, അതായത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ പിന്നെ ക്യാരക്ടർ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഓരോ കാസ്റ്റിങ്ങിന് ചെയ്യുന്നൊരു പ്രക്രിയയിൽ ഞങ്ങൾ പോയി. അപ്പോൾ ഓരോ ക്യാരക്ടറിനും പറ്റിയ ഒരു കാസ്റ്റ് സെലക്ട് ചെയ്യണമെന്നുള്ളത് പലപ്പോഴും അതൊരു വലിയൊരു ഹിമാലയൻ ടാസ്ക് തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ മനസ്സിന്, അതായത് ആ കഥ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഫീലിലുള്ള ഒരാൾ നമുക്ക് കിട്ടാതെ വരുന്നു. അങ്ങനെ പലവരെയും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ കേർലി എന്നൊരു കഥാപാത്രം ഉണ്ട് അതിൽ. അതെല്ലാവരും വളരെ, എനിക്ക് തോന്നുന്നത് സിസ്റ്റർ റാണി മരിയ അഭിനയിച്ച വിൻസി അലോഷ്യസിനേക്കാളും കൂടുതൽ കേർലിയെ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അഭിനയം ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഈ കേർലി എന്ന കഥാപാത്രത്തെ മുൻപ് എനിക്ക് കിട്ടിയത് വേറൊരു സ്ത്രീ ആയിരുന്നു. ഞങ്ങൾ ഒത്തിരി വർക്ക്ഷോപ്പ് ചെയ്തു, ഇതിൻ്റെ ഓരോ സീൻ ബൈ എടുത്തു. പക്ഷെ എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഷീ ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ്. അങ്ങനെ പുള്ളിക്കാരത്തെ മാറ്റി പിന്നെയാണ് ഈ കേർലി യഥാർത്ഥ കേർലി എന്ന് പറഞ്ഞ സൊണാലി എന്ന് പറഞ്ഞ ഒറീസക്കാരിയെ നമ്മൾ കൊണ്ടുവരുന്നത്. അവൾ വന്നപ്പോൾ അതിൻ്റെ ഭാവം മാറി. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനും പറ്റിയ ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന ഒരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നു. അത് കിട്ടിയതിന് ശേഷം ഇവരെ ഈ കഥ ഒന്ന് മനസ്സിലാക്കിപ്പിക്കുക. അതായത് ഒരു മലയാളി കുട്ടിയോട് അല്ലെങ്കിൽ മലയാളികളോട് നമുക്ക് റാണി മരിയയെ പറ്റി സംസാരിക്കാം. കാരണം നമുക്ക് അന്നെന്ന് വെച്ചാൽ നമുക്കൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ സിസ്റ്റർ റാണി മരിയയെ പറ്റി കുറച്ചൊക്കെ കേട്ട് കാണും, എന്താണ് സിസ്റ്റർ എന്നറിയാം. പക്ഷേ കേരളം വിട്ടുപോയി വേറൊരു സ്റ്റേറ്റിലെ ഒരു ആർട്ടിസ്റ്റിനെ പിടിച്ചു കൊണ്ടുവന്നത് ഒരു കന്യാസ്ത്രീയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്താണ് കന്യാസ്ത്രീ? ആരാണ് കന്യാസ്ത്രീ? എന്തിനാണ് ഇവർ ഈ വെറുതെ ഇവിടെ ഈ ഗ്രാമത്തിൽ ചെന്ന് വില ചെയ്തത്? എന്തിനാണ് അവളെ കുത്തിക്കൊന്നത്? അപ്പോൾ ഒരു 100 ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവർക്ക് സിനിമ അഭിനയിക്കുന്നതിന് മുൻപ് തന്നെ ഇവരുടെ മനസ്സിൽ കറക്റ്റായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ആ ക്യാരക്ടറെ ഇവർക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ടാസ്ക്കായിരുന്നു. പക്ഷേ ആ ടാസ്കിൽ പലരും ഫിലിമിൻ്റെ ആ വർക്ക്ഷോപ്പിൽ പലരും ഇത് കഴിഞ്ഞപ്പോൾ, ആ പ്രോസസ്സ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇതിൽ ജീവിക്കണം, ഞാൻ ഈ കഥാപാത്രമായി ഇതിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ഈ സിനിമ കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ളൊരു ഒരു തോട്ട് അവരുടെ ഇതൊരു മതമല്ല, ഒരു സോഷ്യൽ ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ചിന്തയാണ്, ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ ഉണ്ടാവാൻ കാരണം സോഷ്യൽ ഇഷ്യൂ ആയിരിക്കുന്നു എന്നുള്ളതാണെന്ന് തോന്നുന്നത്. 100% ശരിയാണ് അച്ഛൻ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു റിലീജിയസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രമാത്രം മുന്നോട്ട് പോകുമെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ അഭിനയിച്ച ഓരോരുത്തരും ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാർട്ട് ടച്ചിങ് ആണ്. കാരണം ഇപ്പോൾ നമ്മൾക്കൊരു 25ഓടത്തോളം അവരുടെ തന്നെ ഇൻ്റർവ്യൂസുകൾ നമ്മുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. പലരും ഓരോ സീന് കഴിയുമ്പോഴും പറയണത് ഇതൊക്കെ നടന്നതാണോ, വി കനോട്ട് ബിലീവ്, അത്രമാത്രം ഹാർട്ട് ടച്ചിങ് ആണുള്ളത്. നമ്മൾ പറയുന്നത് ഇത് പ്രൂഫ് ഉള്ളതാണ്. ഈ ഇടയ്ക്ക് സിനിമയിലൊരു സീനുണ്ട്, ഒരു ട്രാക്ടർ ഗേറ്റ് കൊല്ലുന്ന ഒരു സീൻ, ഒരു കർഷകനെ, യുവ കർഷകനെ ട്രാക്ടർ കില്ല്. അപ്പോൾ ഞാൻ ഈ അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ചയിൽ സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഓസ്കാർ ബന്ധപ്പെട്ട സ്ക്രീനിങ് കഴിഞ്ഞപ്പോൾ ആൾ എണീറ്റെന്ന് ചോദ്യമാണ്, ഇത് നുണയല്ലേ? ട്രാക്ടർ കയറി ആളുകളെ, കർഷകരെ കൊല്ലുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെറും 1 മാസം മുൻപാണ്, ഇതൊന്നും പോണ്ട, ഈ സംഭവം നടന്നത് 1995 മുൻപാണ് നടന്നത്. ഓക്കെ, ഇത് നിങ്ങൾ അത്ര ഒന്നും പോണ്ട, 30 വർഷം പുറകോട്ട് പോണ്ട, പകരം 1 മാസം മുൻപ് നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ടല്ലോ, അടിച്ചു നോക്ക്. രാജസ്ഥാനിൽ ഒരു യുവാവിനെ ട്രാക്ടർ കയറ്റി കൊല്ലുന്ന വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. വെറും 1 മാസം മുൻപ് അദ്ദേഹം അങ്ങനെ ചെയ്തു. ചെന്നപ്പോൾ ആ വീഡിയോ കണ്ടു. Then he was in tears. ഇത്രയും ആർട്ടിസ്റ്റുകളെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നും അതിൻ്റെ ഒരു സ്ട്രഗിളും പെയിനും ഉണ്ടാവില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? പക്ഷേ ഇത് തുടക്കത്തിൽ ഇതൊരു ഇത്രമാത്രം സ്ട്രഗിൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു സിനിമ എന്നുള്ള ഒരു കേക്കായിരുന്നു ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് ഇതിൻ്റെ ഓരോ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡെപ്തിൽ അടങ്ങിയിരിക്കുന്ന കോൺസെപ്റ്റ് അത് നമ്മൾക്ക് എപ്പോഴും ഒരു ഉത്തേജനം തന്നുകൊണ്ടിരുന്നു. അത് നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ പറയും ഒരു ഡിവൈൻ ഹെൽപ്പ് എന്ന് പറയും. പക്ഷെ അത് നോർമലായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബൂസ്റ്റ് എന്ന് പറയുന്നത് ആ കഥയിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയും.
അപ്പോൾ അത്തരത്തിലുള്ള ഈ രണ്ട് അല്ലെങ്കിൽ അത് സെയിം സാധനമാണ് നമ്മളെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഈ കഥയിൽ നിന്ന് വിട്ടു പോകുന്നില്ല. അപ്പോൾ ഈ കഥ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണം. കാരണം 28-30 വർഷം മുൻപ് നടന്നൊരു സംഭവം ഇന്നേ വരെ സിനിമ ആരും ആക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ കഥ അവിടെ ഉണ്ട്. ആ കഥ ഇനി സിനിമയിലേക്ക് ആക്കണം എന്നുള്ളത് അതൊരു ടാസ്ക്കാണ്. ആ ടാസ്ക് അത് ചില സമയത്ത് എൻ്റെ പ്രൊഡ്യൂസറും ഞാനും ഇതിനെ കമ്പയർ ചെയ്യുന്നത് വേ ഓഫ് ദ ക്രോസ് ആണ്. കാരണം പല സമയത്തും ഞങ്ങൾ തമ്മിൽ അടി കൂടിയിട്ടുണ്ട്. കാരണം ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? നാളെ 150-200 ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഷൂട്ട്, പൈസ ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ റിസോഴ്സസ് ഇല്ല. നാളത്തെ ഷൂട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു ബിഗ് ചോദ്യചിഹ്നം. നമുക്ക് അച്ഛന്മാരുടെ അടുത്ത് ചെന്നോ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ചെന്നോ 1 കോടി തായോ അല്ലെങ്കിൽ 2 കോടി തായോ എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം അവരൊക്കെ എപ്പോഴും, കാരണം എന്ന് വെച്ചാൽ അവർക്കും പരിമിതികളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. പിന്നെ ആരും ഇതിൽ തുടക്കത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചിരുന്നില്ല ഈ കഥയിൽ. കാരണം ഇതൊരു ഡോക്യുമെൻ്ററി ആയിരിക്കാം, ഇത് സിസ്റ്റർ ആനി മരിയെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു വിവരണമായിരിക്കാം. സിനിമ എന്നുള്ള ആ ഒരു വലിയൊരു കോൺസെപ്റ്റിലേക്ക് എത്താനായിട്ട് പലർക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോലും അവർക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. സിനിമ ആയിക്കഴിഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട് യെസ് വി ബിലീവ് നൗ. അത് ഒരു മാനുഷിക സഹജമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാത്ത സംഗതി ആയതുകൊണ്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇനി നടന്നുകൊണ്ട് ഇനിയിപ്പോൾ വേറൊരു സിനിമ ഇതേ രീതിയിൽ വരികയാണെങ്കിൽ ആളുകൾ കൂടുതൽ സപ്പോർട്ടീവ് ആവും. തീർച്ചയായും നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയല്ല, നിങ്ങളൊരു മോറൽ വാല്യൂ അല്ലെങ്കിൽ ആ സിസ്റ്റർ ലൈഫ് ജനങ്ങൾക്ക് ഒരു ട്രൂ സ്റ്റോറി ആയിട്ട് ലൈഫായിട്ട് അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പുറകെ വന്ന അവാർഡുകൾ, നിങ്ങൾ ഈ സിനിമയിൽ എല്ലാവരും ഉയർത്തി വെച്ച അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ആക്ച്വലി അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്ത സിനിമയല്ല, മറിച്ച് ഇതൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ എടുത്തതാണ്. അപ്പം ഞങ്ങൾക്കൊരു അവാർഡിൻ്റെ ഒരു തരത്തിലല്ല ഞങ്ങൾ തുടക്കം പോയത്. പക്ഷെ സിനിമ കഴിഞ്ഞതിന് ശേഷം, സിനിമ സെൻസർ കിട്ടിയതിന് ശേഷം പല സ്ഥലങ്ങളിൽ ഈ അവാർഡ് സംഗതികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്കിത് റിലീസാവോ ഇല്ലയോ എന്നുള്ള ചെറിയ ഡൗട്ടുകൾ മനസ്സിൽ വന്നു തുടങ്ങി. കാരണം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സിനിമയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഓർത്തു എന്തുകൊണ്ട് നമുക്കിത് അവാർഡുകൾക്ക് വിട്ടുകൂടാ. അങ്ങനെ തുടക്കത്തിൽ ഒന്ന് വിട്ടു, ഒരു 10-15 വിട്ടു. ആ 15 വിട്ടൊരു ബഹുഭൂരിപക്ഷത്തിനും നമുക്ക് തന്നെ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടി. അപ്പോൾ നമുക്ക് ഉഷാറായി. കാരണം വെച്ചാൽ വൈ കാണ്ട് വി സെൻഡ് ഇറ്റ് മോർ. അങ്ങനെ മറ്റ് സിനിമകൾക്ക് അയച്ചു. ഇപ്പോൾ 45ഓളത്തോളം അവാർഡ് കിട്ടി. ഈ 45ഓളത്തോളം അവാർഡ് എന്ന് പറഞ്ഞാൽ ഇത് പ്രദർശിപ്പിച്ച സ്ഥലങ്ങളിലെല്ലാം ജനം സ്വീകരിച്ചു എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളിൽ, അതായത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ നിന്ന് എല്ലാവരും കണ്ണീരോടുകൂടി ഇറങ്ങി വരുന്നു എന്ന് പറയുന്നത് ഇത് കരയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സിനിമയല്ല, മറിച്ച് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയുടെ അല്ലെന്നുണ്ടെങ്കിൽ പ്രവർത്തിച്ച ഒരു പ്രവർത്തനത്തെ അത് വിഷ്വൽ രൂപത്തിലാക്കി ജനങ്ങളുടെ മുന്നിലൊരു പ്രദർശിപ്പിക്കുക മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിലെ ആർട്ടിസ്റ്റുകളെ പറ്റി പറഞ്ഞാൽ, അതായത് മ്യൂസിക് ആണെങ്കിലും അൽഫോൻസ് ജോസഫ്, അദ്ദേഹം ഞങ്ങളുടെ ഒപ്പം ഈ സിസ്റ്റർ ആനി മരിയ ജീവിച്ച സ്ഥലത്ത് പോയി താമസിച്ച് അവിടുത്തെ ലോക്കൽ മ്യൂസിക്, അതായത് സിസ്റ്റർ ജീവിച്ച് കൊണ്ടിരുന്നപ്പോൾ 25-30 വർഷം മുൻപുള്ള ലോക്കൽ മ്യൂസിക് ഉണ്ട്. ആ ലോക്കൽ മ്യൂസിക് എന്താണെന്ന് ഈ അൽഫോൻസ് ജോസഫ് പോയി പഠിച്ചു. എന്നിട്ട് അവിടെയുള്ള ഒരു ആദിവാസി സ്ത്രീയെ കൊണ്ട് പാട്ട് പാടിച്ചു. ആ പാട്ടാണ് ഇതിലത്തെ 3ാമത്തെ സോങ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത്, ട്രൈബൽ സോങ് ആയിട്ട് നിൽക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ്, അതായത് ട്രൂ ഇൻഗ്രീഡിയൻസ് വന്നിരിക്കുന്നത്. മനസാക്ഷിയുള്ള എല്ലാവരും അറിഞ്ഞും അറിയാതെയും നിങ്ങൾക്ക് അനേകായിരം അവാർഡുകൾ തന്നു. അതിൻ്റെ ചെറിയൊരു മിന്നലുകൾ അതല്ലെങ്കിൽ ഒരു സ്ഫുരണങ്ങൾ മാത്രമാണ് അവാർഡായിട്ട് നിങ്ങൾക്ക് കിട്ടിയതും. ആ ഒരു വൈബാണ് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സ്പിരിച്വൽ വൈബാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് താവൂഷിൻ്റെ പേരിലും ഇന്ന് സൃഷ്ടി എന്ന പ്രോഗ്രാം പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങളുടെ പേരിലും ഞാൻ ഷൈസൻ ജോസഫിനെ ഒത്തിരിയേറെ നന്ദിയോടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇനിയും ഇതിലേറെ അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന നന്മ ഒരു കൃപയായിട്ട് നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഒരു ചാലകമായിട്ട് ഷൈസൻ ഔസേപ്പും അദ്ദേഹത്തിൻ്റെ ടീമും കണ്ടുപിട്ടുന്ന ഇനിയും പലരിലൂടെയും പല കഥാപാത്രങ്ങളിലൂടെയും പല വ്യക്തിത്വങ്ങളിലൂടെയും പല നന്മകളും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ചാലകമായിട്ട് ഷൈസൻ ഔസേപ്പ് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇത്രയും സമയം താവൂഷൻ ചാനലിനോടൊപ്പം സിനിമ, പ്രത്യേകിച്ച് ഈ ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയാനും അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കണ്ടെത്തിയ സമയത്തിന്
ഒത്തിരിയേറെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.